കുരിശിലെ 7 മൊഴികളുടെ സാരാംശത്തെ 7 വാരം നീളുന്ന നോമ്പിൽ ധ്യാന വിഷയമാക്കുന്ന രീതിയുണ്ട്. ഓരോ വാരത്തിലും ഓരോരോ വിചാരത്തെ കേന്ദ്രമാക്കി ചിന്തയുടെയും പ്രാർത്ഥനയുടെയും അനുദിന ജീവിതത്തിൻ്റെയും ഭ്രമണപഥങ്ങളെ ഏകാഗ്രമാക്കിയാൽ അവനോടൊപ്പം ഉയർക്കുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാപ്പിൽ നിന്ന് തന്നെ ആരംഭിക്കുക. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. ബലി ആരംഭിക്കുവാൻ പോവുകയാണ്. ഒരാളോട് പോലും അനിഷ്ടമോ കയ്പോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഏതൊരു അർപ്പണത്തിനും ശത്രു ഇല്ലാതിരിക്കുക എന്നതാണ് പ്രധാനം. എവിടെയോ ഒരാൾ നിങ്ങൾക്കെതിരാണെന്നുള്ള തോന്നൽ പോലും ജീവിതത്തിൻ്റെ അഭംഗികളെ ത്വരിതപ്പെടുത്തും. അതുകൊണ്ടാണ് എല്ലാത്തിനോടും നിരപ്പിലാകുക, അതിനുശേഷം ബലിയർപ്പിക്കുക എന്നൊക്കെ അവിടുന്ന് അനുശാസിച്ചത്. ഗാന്ധി ഹിറ്റ്ലറിന് എഴുതിയ കത്തുണ്ട്. അഹിംസയുടെ ഇങ്ങേ ചെരുവിൽ നിന്ന് ഹിംസയുടെ അങ്ങേയറ്റത്തെ ചെരുവിലേക്ക് പോയ ആ ദൂത് ഡിയർ ഫ്രണ്ട് എന്ന സംബോധനയിലാണ് ആരംഭിക്കുന്നത്. അലങ്കാരത്തിൻ്റെ ഭാഗമായോ ശീലം കൊണ്ടോ ആയിരുന്നില്ല അത്. ദാറ്റ് ഐ അഡ്രസ് യു ആസ് എ ഫ്രണ്ട് ഈസ് നോ ഫോർമാലിറ്റി, ഐ വോണ്ട് ടു ഫോഴ്സ്. ഗാന്ധിക്ക് അതൊരു വ്രതമായിരുന്നു. നിഘണ്ടുവിൽ ശത്രു എന്ന പദം ഇല്ലാതിരിക്കുക. ഒരു ശത്രു ഉണ്ടായിരിക്കുക എന്നാൽ ഏകാഗ്രതയും സമഗ്രതയും ഇല്ലാതിരിക്കുക എന്നതല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ഇതിലും പഴക്കമുള്ള ഒരു ഓർമ്മയുണ്ട്. ഗെസ്സമൻ തോട്ടത്തിലേക്ക്. ഒലിവ് ചക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവിടെയാണ് തിരികല്ലെന്ന പോലെ യേശുവിൻ്റെ പ്രാണൻ നുറുങ്ങിയത്. പട്ടാളക്കാരുമായി എത്തിയ ഒറ്റുകാരനെ യേശു വിളിച്ചതും അങ്ങനെയായിരുന്നു. സ്നേഹിത, എന്തൊരു മുഴക്കമാണ് ആ വിളിക്ക്. ഹജ്ജിന് പോകും മുമ്പ് തീർത്ഥാടകർ ഓർമ്മയിലെത്തുന്ന എല്ലാ അകൽച്ചകൾക്കും പൊറുതിയും നിരപ്പും തേടി അലയുന്നത് കണ്ടിട്ടില്ലേ? വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കിഴക്കൻ സഭകൾ ശുബ്കോനോ, ഡേ ഓഫ് ഫോർഗീവ്നെസ് ആചരിക്കുന്നു. ഒക്കെ ആരും എതിരില്ലെന്നും ആർക്കും എതിരല്ലെന്നും അവനവനോട് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ശത്രു ഒരു അപകടം പിടിച്ച കളിയാണ്. അതൊരാളെ എത്രമാത്രം വൾണറബിളാക്കും. അതൊരു തോന്നലോ സൂചനയോ ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെയൊരാൾ ഉണ്ടാകണമെന്ന് തന്നെയില്ല. അവിടെയാണ് കൂടോത്രമെന്ന നാടൻ കലയുടെ പിറവി. കൂടെയുള്ളവന് മറ്റുള്ളവർക്ക് ദോഷകരമായ രീതിയിൽ മാന്ത്രികമായ പ്രവർത്തികൾ ചെയ്യുകയാണ് കൂടോത്രം എന്ന് ശബ്ദതാരാവലി. കുറച്ച് ചെത്തിപ്പൂവ് കൊണ്ടോ ഒരു കോഴിത്തല കൊണ്ടോ പന്താടാവുന്നതാണ് നിങ്ങളുടെ ജീവനെങ്കിൽ അതെന്തൊരു കോമഡിയാണ്. എന്നിട്ടും അതുകൊണ്ട് ചില്ലറ ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയോ ഒരു അദൃശ്യ ശത്രുവുണ്ട്. അയാൾ എൻ്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരൊറ്റ വിചാരത്തിൽ ഡോൺ കിഹോത്തയെ പോലെ ഇല്ലാത്ത ശത്രുവിനെതിരായി വാൾ ചുഴറ്റി ചുഴറ്റി ഒടുവിൽ ഊർധ്വൻ വലിക്കുക. ശത്രു ഭാവനയിൽ പോലും എത്ര ശക്തനാണ്. 7ാം സ്വർഗത്തിൽ നിന്നിറങ്ങി ഓരോ രാവിലും ഇനിയും ആർക്കെങ്കിലും മാപ്പ് വേണോ എന്നന്വേഷിക്കുന്ന അള്ളായെക്കുറിച്ച് ഒരു സൂഫി ഗ്രന്ഥത്തിലാണ് വായിച്ചത്. അത്രമേൽ മോഹിപ്പിക്കുന്നുണ്ട് ആ വാക്ക്. 50കളുടെ ആദ്യം വെനീസിൽ ആൽക്കഹോളിക് എന്ന കാരണം കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികനുണ്ടായിരുന്നു. ഒരു ശിക്ഷയും അയാളിൽ കാര്യമായ വ്യതിയാനമുണ്ടാക്കിയില്ല. അങ്ങനെയൊരു സന്ധ്യയ്ക്ക് ബാറിൽ മിന്നിയിരിക്കുമ്പോൾ ആരോ വന്ന് തട്ടി വിളിച്ചു, പുതിയ മെത്രാൻ നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. കാല് വാരുകയാണെന്നോർത്ത് അനങ്ങിയില്ല. പിന്നെയും പലരും വന്നു പറഞ്ഞു. എല്ലാവരും കൂടി ഒത്തുകളിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ വീണ്ടും കോപ്പയിലേക്ക് മുങ്ങി. തോളിൽ കൈ വീണപ്പോഴാണ് ഐസായത്. ശരിക്കും മെത്രാൻ തന്നെ, കാർഡിനൽ റോൺകലി.
പുറത്തേക്ക് വരാൻ പറഞ്ഞു. തലകുനിച്ച് പിന്നാലെ നടക്കുമ്പോൾ പണി പാളിയെന്ന് തന്നെ കരുതി. ആകെ മുങ്ങിയാൽ കുളിരൊന്ന്. മേടയിലേക്ക് അയാളെ കൂട്ടി കസേര നീക്കി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ മുട്ടിമേൽ നിന്ന് തൻ്റെ കുമ്പസാരം കേൾക്കാൻ ദയുണ്ടാകുമോ എന്ന് ചോദിച്ചു. എൻ്റെ പിഴ, എൻ്റെ പിഴ നെഞ്ചത്തടിച്ച് ചൊല്ലുന്ന ആ ജ്ഞാനവയോധികന്റെ മീതെ ചെറുപ്പക്കാരൻ്റെ കണ്ണീർ വീണു. ആശീർവാദം സ്വീകരിച്ച് എഴുന്നേറ്റപ്പോൾ അയാളെ തന്നോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ഇങ്ങനെ മന്ത്രിച്ചു: ഇതിനാണ് മകനെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നൊടിയിട കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ കുലീനരാകുന്നത്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുക എന്നാൽ എല്ലാം ആരംഭിക്കുവാൻ പുതുതായി ഒരു ഊഴം കൊടുക്കുക എന്നു തന്നെ സാരം. ഒരാളെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അയാൾക്ക് മാപ്പ് കൊടുത്തിട്ടില്ല എന്ന ശരീരഭാഷ നിലനിർത്തുക തന്നെയാണ്. മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുക എന്നാൽ എല്ലാം ആരംഭിക്കുവാൻ പുതുതായി ഒരു ഊഴം കൊടുക്കുക എന്നു തന്നെ സാരം. ഒരാളെ തകർക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴി അയാൾക്ക് മാപ്പ് കൊടുത്തിട്ടില്ല എന്ന ശരീരഭാഷ നിലനിർത്തുക തന്നെയാണ്. സാൻഡോർ മാറോയിയുടെ എംബേഴ്സ് ഒരു അനുബന്ധ വായനയ്ക്ക് നല്ലതാണ്. നിറയെ കുത്തിവരച്ച ചെറിയ കുട്ടികളുടെ സ്ലേറ്റ് പോലെയാണ് ജീവിതം. മാപ്പിൻ്റെ മഷിത്തണ്ടുകൊണ്ട് ആരെങ്കിലും അത് തുടച്ചു കൊടുക്കാൻ മനസ്സ് കാട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആരംഭിക്കാൻ കഴിയുക? ഉള്ളിൽ ഒന്നുമില്ലെന്നാണ് എല്ലാവരും അവധ പറയുന്നത്. താങ്കളുടെ ഉള്ളിൽ ഒന്നുമില്ലെന്ന് എനിക്കെങ്ങനെയാണ് പിടികിട്ടുന്നത്? ഒന്ന് കരം നീട്ടാതെ, ആലിംഗനം ചെയ്യാതെ, ഒരു കാപ്പിക്ക് ക്ഷണിക്കാതെ. സെലിബ്രേറ്റ് യുവർ ഫോർഗീവ്നെസ് വിത്ത് സയൻസ്. അടയാളങ്ങൾ കൊണ്ട് ഇനിയും ഘോഷിക്കപ്പെടേണ്ട മാപ്പ്. വേദപുസ്തകം പറയുന്ന മാപ്പ് 2 തരത്തിലാണ്: ദൈവം നൽകുന്ന മാപ്പും നമ്മൾ അപരന് ഉറപ്പുവരുത്തേണ്ട മാപ്പും. അങ്ങനെയാണ് എല്ലാം റെസ്യൂം ചെയ്യേണ്ടത്. ആ കാർഡിനൽ വലിയൊരു മാർപ്പാപ്പയൊക്കെയായി. ജോൺ 23 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തെ പോലെ മാപ്പ് വേണമോ എന്ന് അന്വേഷിച്ച് അലയുന്നവരുടെ കാലം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ.